ഇസ്രായേൽ ആ മിസൈൽ പ്രതിരോധ സംവിധാനം പുറത്തെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന് ചുറ്റോട് ചുറ്റും കിടക്കുന്ന സകല രാജ്യങ്ങളുമായും ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഇതുവരെ കാര്യമായി ശ്രദ്ധ കൊടുക്കാത്ത ഒരു വിഭാഗമാണ് യമനിലെ ഹൂതി വിമതർ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മിസൈൽ അറ്റാക്ക് നടത്തിയിരുന്നു. ഈ മിസൈൽ അറ്റാക്ക് പ്രതിരോധിക്കാനാണ് ഇസ്രായേൽ അയൺ ഡോം സംവിധാനത്തെ മാറ്റി നിർത്തിയിട്ട് യുഎസിന്റെ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള താഡിനെ ഉപയോഗിച്ചത്. ഇത് IDF തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പെന്റഗൺ ഇക്കാര്യത്തിൽ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, സ്ഥിരീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യമായിട്ടാണ് ഈ താഡ് സിസ്റ്റം ഇസ്രായേൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വാർത്തയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഈ മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നത്. US-ന്റെ പ്രധാന മിസൈൽ സംവിധാനമാണ് ഈ താഡ് മിസൈൽ സംവിധാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. US ആണ് ഇത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉരുക്കുകുട എന്ന് അറിയപ്പെടുന്ന അയൺ ഡോം സംവിധാനം പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് US ഇസ്രായേലിന് താഡ് എന്ന് പറയുന്ന ഈ മിസൈൽ സംവിധാനം കൊടുത്തിരിക്കുന്നത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്നാണ് താഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇന്ത്യക്കും ഇത്തരത്തിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. എന്നാൽ ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നല്ല. ഒരു സമയത്ത് നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും ധാരാളം ആയുധങ്ങൾ മേടിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ത്യ അത് പകുതിയായി വെട്ടിച്ചുരുക്കി റഷ്യയിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നുള്ള ആയുധങ്ങൾ, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ മേടിച്ചു തുടങ്ങി. റഷ്യയുടെ ആയുധങ്ങളാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സവിശേഷതകളുണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത്. പോരാത്തതിന് റഷ്യ നമുക്ക് തന്ന അതിനൂതനമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400 എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളത് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെയാണ് ഉപയോഗിക്കുന്നത്. അതിർത്തിയിൽ ഇത് വിന്യസിച്ചിട്ടുമുണ്ട്. അതുപോലെ ഇസ്രായേലിന് ഈ അമേരിക്ക കൊടുത്തിരിക്കുന്ന താഡ് ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങി. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ സൈന്യം തടഞ്ഞു എന്ന് ഇപ്പോൾ IDF പറയുന്നുണ്ട്. ജെറുസലേമിനും ചാവുകടലിനും സമീപം സൈറനുകൾ മുഴങ്ങുന്നതിനിടെ ഇസ്രായേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലിനെ തടയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താഡിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ താഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്, മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് US ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശൃംഖലയുടെ ആണിക്കല്ല് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇതിലും മികച്ചൊരു സംവിധാനം ഇല്ല എന്നാണ് US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 200 കിലോമീറ്റർ റേഞ്ചാണ് ഈ താഡ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഉള്ളത്. താഡിൽ 6 ട്രക്ക് മൗണ്ടഡ് ലോഞ്ചുകളാണ് ഉള്ളത്. താഡിൽ 48 ഇന്റർസെപ്റ്ററുകൾ, ഒരു നൂതന റഡാർ സിസ്റ്റം, ഫയർ കൺട്രോൾ യൂണിറ്റ്, അങ്ങനെയുള്ള പല യൂണിറ്റുകളുമുണ്ട്. 95 ഇസ്രായേലി സൈനികരടങ്ങുന്ന സംഘമാണ് ഈ താഡിന്റെ ഈ മിസൈൽ നിയന്ത്രണ സംവിധാനത്തെ അവിടെ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കാനായി ഈ 95 പേരാണ് നിൽക്കുന്നത്. ഈ താഡിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ പല സ്ഥലത്തും കൊണ്ടുപോയി വിന്യസിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ ഇസ്രായേൽ ആ താഡ് എന്ന് പറയുന്ന തങ്ങളുടെ വജ്രായുധത്തെ പുറത്തെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.